നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ മറ്റൊരു മാത്സ് യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രെയിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ആ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആ ഒരു സെഷൻ കാണുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക്, മറ്റൊരു മെയിൻ ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. അതിൽ വരുന്ന ഓർ ടൈപ്പ് പ്രോബ്ലംസും ആൻഡ് ടൈപ്പ് പ്രോബ്ലംസും എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം കുറച്ച് ബേസിക് ഇക്വേഷൻസ് പറയാം. ഓർ ആൻഡ് ടൈപ്പ് പ്രോബ്ലംസ് ടൈം ആൻഡ് ഇതിൽ വരുന്നൊരു സെക്ഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആളുകൾക്ക് അറിയാം, ഡിസ്റ്റൻസിനെയും സ്പീഡിനെയും എന്താ പറയുക ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അത് നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഞാനതിൽ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇനി ഇവിടെ സ്പീഡ് എന്താണ്? യൂണിറ്റ് ടൈമിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് സ്പീഡ് ആണല്ലോ. ഇനി ടൈമും നമുക്കറിയാം, സമയം, അതായത് സഞ്ചരിക്കാനെടുത്ത സമയം. ഇതുമായി കണക്റ്റ് ചെയ്ത് ഞാൻ ടൈം ആൻഡ് വർക്കിലെ പാരാമീറ്റേഴ്സിനെ എഴുതാൻ പോവുകയാണ്. ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയി ഞാൻ എഴുതാൻ പോകുന്നു ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്ത ജോലിയുടെ അളവ് അല്ലേ, ആകെ ജോലി എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ ചെയ്ത ജോലിയാണ് എഫിഷ്യൻസി. ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടോ? നോക്കൂ, ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ വർക്ക്, സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിഷ്യൻസി, ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ്. നിങ്ങൾക്ക് സെറ്റാക്കി വെക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇത് മനസ്സിലങ്ങ് പതിപ്പിച്ച് വെച്ചോളുക. ഇനി എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവസം ചെയ്ത ജോലിയുടെ അളവ്. അപ്പോൾ ഒരു ദിവസം ചെയ്ത ജോലിയുടെ അളവിനെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ജോലി കിട്ടും. ഇനി ഇതിനെ നമുക്കൊരു DTS ട്രയാങ്കിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ DTS ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ഇത് വെച്ചിട്ടുള്ളൊരു ട്രയാങ്കിൾ. അതിൽ നമുക്ക് ഇത് ടോട്ടൽ വർക്ക് ഡൺ എഴുതുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ മുകളിൽ വരും, എഫിഷ്യൻസി ഇവിടെ ഡേയ്സ് അല്ലേ, നമ്പർ ഓഫ് ഡേയ്സ്. നോക്കൂ, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അതുപോലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് സെറ്റാക്കി എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർ ടൈപ്പ് ആൻഡ് ടൈപ്പ് ആണ്. അതിലാദ്യം നമ്മൾ ഓർ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. ഓർ ടൈപ്പ് പ്രോബ്ലംസ് നോക്കൂ, ഒരു ജോലി 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടി എത്ര ദിവസത്തിനുള്ളിൽ അതേ ജോലി പൂർത്തിയാക്കും? If 8 men or 12 women can complete a work in 25 days, then in how many days will 10 men and 5 women can complete the same work? അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓർ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ വേർഡ് കാണാൻ പറ്റും. പക്ഷെ മലയാളത്തിലാണെങ്കിൽ നോക്കൂ, ഫസ്റ്റ് സെൻറ്റൻസിൽ ഇങ്ങനെ പുരുഷന്മാരോ സ്ത്രീകളോ ഇങ്ങനെ പറഞ്ഞിരിക്കും. പുരുഷന്മാരോ കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ കുട്ടികളോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ പറയുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ ഓർ ടൈപ്പ് എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ 8 പുരുഷന്മാർക്ക് 25 ദിവസം, 12 സ്ത്രീകൾ 25 ദിവസം. അതാണ് ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. 8 പുരുഷന്മാർ മാത്രം പണി ചെയ്യുകയാണെങ്കിൽ അവർ 25 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കും. ഇനി 12 സ്ത്രീകളാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവരും 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ ഈ ഓർ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ ഒരൊറ്റ ദിവസമേ കാണുകയുള്ളൂ.
8 പുരുഷന്മാർക്ക് 25 ദിവസം, 12 സ്ത്രീകൾക്കും 25 ദിവസം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ഓർ ടൈപ്പ് ആണെങ്കിലും ആൻഡ് ടൈപ്പ് ആണെങ്കിലും ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു മെത്തേഡ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ. അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഓർ ടൈപ്പിന് ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരാം. കാര്യം നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമായി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ശരിക്കുള്ള മെത്തേഡ്, കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒന്നും എഫിഷ്യൻസി നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പുരുഷൻ്റെ എഫിഷ്യൻസി എം എന്നെടുക്കുന്നു, ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി W എന്നെടുക്കുന്നു. അപ്പോൾ പുരുഷൻ്റെ എഫിഷ്യൻസി എം എന്നെടുക്കുന്നു, സ്ത്രീയുടെ എഫിഷ്യൻസി W എന്നെടുക്കുന്നു. നോക്കൂ, 8 പുരുഷന്മാരുണ്ട്. അപ്പോൾ 8 പുരുഷന്മാരുടെ എഫിഷ്യൻസി എത്രയാ? 8 ml ഇൻറ്റു 25 ഡേയ്സ് എടുത്തു, 25. അപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ആയില്ലേ? എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഈ 8 പേര് ചെയ്ത ടോട്ടൽ വർക്കിൻ്റെ അളവായി. ഇനി നോക്കൂ, അതേ ജോലി തന്നെയാണ് 12 സ്ത്രീകളും ചെയ്തത്. അപ്പോൾ 12 ഇൻറ്റു W, 12 സ്ത്രീകളുടെ എഫിഷ്യൻസി ഇൻറ്റു 25, അവരും 25 ദിവസം. അപ്പോൾ ഈ 25 വെട്ടിപ്പോയി. ഇവിടെ 8ഉം 12ഉം വെട്ടുമ്പോൾ ഇവിടെ 4 കൊണ്ട് വെട്ടുമ്പോൾ 2 വരും, ഇവിടെ 3 വരും. അപ്പോൾ 2M = 3W എന്ന് വരും, ആണല്ലോ. ഇനി നോക്കൂ, M/W ഇങ്ങനെ എഴുതുമ്പോൾ ഈ Wനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ M/W എന്ന് പറയുന്നത് 3/2 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 3, Wൻ്റെ വാല്യൂ 2. എമ്മിൻ്റെ വാല്യൂ 3, Wൻ്റെ വാല്യൂ 2. അപ്പോൾ എമ്മും Wയും കണ്ടുപിടിച്ചത് ക്ലിയർ ആയോ? നമ്മൾ ആദ്യം ഒരു പുരുഷൻ്റെ എഫിഷ്യൻസി എം ആയിട്ടും ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി W ആയിട്ടും എടുത്തു. അപ്പോൾ 8 പുരുഷൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 8M ആണ്. അപ്പോൾ എഫിഷ്യൻസിയെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടും, ജോലിയുടെ അളവ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു 8 പുരുഷന്മാർ ചെയ്ത അതേ ജോലി തന്നെയാണ് 12 സ്ത്രീകളും ചെയ്തത്. അതുകൊണ്ട് നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എമ്മും Wയും സോൾവ് ചെയ്തെടുത്തു. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, ഈ എമ്മിൻ്റെ വാല്യൂയോ Wൻ്റെ വാല്യൂയോ ഈ 2 ഇക്വേഷൻ നമ്മൾ 2 ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, ഇതിൽ എവിടെയെങ്കിലും ഒരിടത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഞാൻ ആദ്യത്തെ കേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, 8M × 25 ആണല്ലോ ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ എമ്മിന് ഇപ്പോൾ എനിക്ക് വാല്യൂ ഉണ്ടല്ലോ, 8 × 3 ആണ് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 8 × 3 × 25. ഇത് ഇത്രയും ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ ഇതിനെ ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോണ്ട, ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ആയി, എമ്മിൻ്റെ Wൻ്റെയും വാല്യൂ ആയി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ ബാക്കി വായിക്കുക. 10 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടി എത്ര ദിവസത്തിനുള്ളിൽ അതേ ജോലി, കണ്ടോ ഈ ആദ്യത്തെ കേസിൽ അതേ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 8 × 3 × 25 ഈ ജോലി എന്ന് പറയുന്നത്. ഇനി ഇവിടെ സെക്കൻഡ് സെൻറ്റൻസിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണ്ടേ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10M കഴിഞ്ഞോ? ഇല്ല, + 5W ആണോ? രണ്ടാമത്തെ കേസിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10M + 5W. അതായത് 10 × എമ്മിൻ്റെ വാല്യൂ എത്ര? 3 + 5 × Wൻ്റെ വാല്യൂ 2 അല്ലേ? ഇനി നോക്കൂ, 10 × 3 എന്ന് പറഞ്ഞാൽ 30 + 5 × 2 എന്ന് പറഞ്ഞാൽ 10. അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് 40. അപ്പോൾ എഫിഷ്യൻസിയുമായി ടോട്ടൽ വർക്ക് ഡണ്ണുമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആ ട്രയാങ്കിൾ ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി അല്ലേ. ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 3 × 25 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 40 അല്ലേ. സെക്കൻഡ് കേസിലെ എഫിഷ്യൻസി ഇതാ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 40 ആണ്. സോ 8 × 3 × 25 ഡിവൈഡഡ് ബൈ 40. ഇവിടെ 8ഉം 40 കൂടെ വെട്ടുമ്പോൾ 5 വരും. ഈ 5ഉം 25ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 5, 3 × 5 15 ഡേയ്സ് എന്ന് കിട്ടും. മനസ്സിലായോ? 15 ഡേയ്സ്. നമ്മുടെ ആൻസർ
15 ആണ്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഇത് നിങ്ങൾ പഠിക്കണം. കാര്യം ഇത് നമുക്ക് ആൻഡ് ടൈപ്പിൽ ഇത് ആവശ്യമായി വരും. അപ്പോൾ ഓർ ടൈപ്പിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഒന്നല്ല 2 ഷോർട്ട് കട്ട് ഉണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. മറ്റേത് ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കാര്യം ഒരു ഷോർട്ട് കട്ട് നമുക്ക് എത്ര ആളുകളുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. മറ്റേ ഷോർട്ട് കട്ട് 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം എമ്മും ഡബ്ല്യുവും സോൾവ് ചെയ്തെടുക്കുന്നു. എന്താണ് എം, എന്താണ് ഡബ്ല്യു? എം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ എഫിഷ്യൻസിയാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ എഫിഷ്യൻസിയാണ്. അത് എങ്ങനെ സോൾവ് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസിൽ 8 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ 8M ആണ് എഫിഷ്യൻസി. അവർ 25 ദിവസം കൊണ്ട്. സോ 8M × 25 ഈക്വൽ ടു 12 സ്ത്രീകൾ 12W × 25. അങ്ങനെ 25 വെട്ടിപ്പോകും. അവിടുന്ന് നമുക്ക് എമ്മും ഡബ്ല്യുവും സോൾവ് ചെയ്തെടുക്കാം. ക്ലിയർ ആണല്ലോ? ഇനി എമ്മും ഡബ്ല്യുവും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഇക്വേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എവിടെ ഇട്ടാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇട്ടത്. 8M × 25 എമ്മിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് 12W × 25 ഡബ്ല്യുവിൻ്റെ വാല്യൂ കൊടുത്തും ടോട്ടൽ വർക്ക് ഡൺ എഴുതാം. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇത് തന്നെ കിട്ടും. ഒരു മാറ്റവും വരത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് നോക്കുന്നു. രണ്ടാമത്തെ കേസിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10M + 5W ആണ്. ഇനി അവിടെ എമ്മിനും ഡബ്ല്യുവിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി 40 എന്ന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ആണ്. കാര്യം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫിഷ്യൻസി × നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ 15 ദിവസം എന്ന് കിട്ടും. ഇനി നോക്കൂ, ഇനിയാണ് നമ്മൾ ഷോർട്ട് കട്ടിലോട്ട് പോകുന്നത്. ഷോർട്ട് കട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ആൻഡ് ബൈ ഓർ ടൈപ്പ് എന്നാണ്. ആൻഡ് ബൈ ഓർ എന്നാണ് ഈ ഷോർട്ട് കട്ടിന് പറയുന്ന പേര്. ആൻഡ് ബൈ ഓർ, ഇതാണ് ഈ ഷോർട്ട് കട്ടിൻ്റെ പേര്. എന്തുകൊണ്ട് ആൻഡ് ബൈ ഓർ എന്ന് വന്നെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, നമ്മുടെ 2 സെൻറ്റൻസ് ഉണ്ടല്ലേ ഈ പ്രോബ്ലത്തിന്. ആദ്യത്തെ സെൻറ്റൻസിലും പുരുഷന്മാരുണ്ട്, രണ്ടാമത്തെ സെൻറ്റൻസിലും പുരുഷന്മാരുണ്ട്. ഈ ആദ്യത്തെ സെൻറ്റൻസിൽ കിടക്കുന്ന പുരുഷന്മാർ ഓർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അവരെയാണ് ഈ ഓർ ഈ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും, ഒരു ആൻഡ് ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് 2 സെൻറ്റൻസ് ഉണ്ട്. ആദ്യത്തത് ഓർ ടൈപ്പ് ഒരു കണ്ടീഷനാണ്, രണ്ടാമത്തത് ആൻഡ് ടൈപ്പ് കണ്ടീഷനാണ് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഓർ ടൈപ്പ് കണ്ടീഷനിലെ പുരുഷന്മാരും സ്ത്രീകളുമാണ്, രണ്ടാമത്തേൽ ആൻഡ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതും. അതായത് ആദ്യം ഈ 10 എന്ന് പറയുന്ന പുരുഷന്മാർ, കാര്യം ഈ ആൻഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്നത് ഈ 10 ആണ്. 10 ബൈ മുകളിൽ കിടക്കുന്നത്, അതായത് രണ്ടാമത് വരുന്ന പുരുഷന്മാർ ഡിവൈഡഡ് ബൈ ആദ്യത്തെ പുരുഷന്മാർ, ഇങ്ങനെ എഴുതണം. പ്ലസ് രണ്ടാമത് വരുന്ന സ്ത്രീകൾ ഡിവൈഡഡ് ബൈ ആദ്യത്തെ സ്ത്രീകൾ. മനസ്സിലായോ? ഇൻറ്റു, ഓക്കെ, ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, ഈക്വൽ ടു ഗിവൺ ഡേയ്സ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേയ്സ്. അപ്പോൾ നോക്കൂ, ഇവിടെ 8ഉം 12ഉം ആണ്. അപ്പോൾ 8ഉം 12, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ വെട്ടി ചെറുതാക്കാം. ഇത് 5, ഇത് 4 വരും. അപ്പോൾ എങ്ങനെ വരും? 5/4 + 5/12 അല്ലേ? 5/4 + 5/12 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ്, ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട ഡേയ്സ്. ഗിവൺ ഡേയ്സ് എത്രയാണ്? 25 ആണ്. ആണല്ലോ? ഇനി നോക്കൂ, 4ൻ്റെയും 12ൻ്റെയും എൽസിയം കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? 2 നമ്പേഴ്സിൻ്റെ എൽസിയം കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്നതിൽ വലിയ നമ്പർ ചെറിയ നമ്പറിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ഇവിടെ വലിയ നമ്പർ 12 ആണ്, ചെറുത് 4 ആണ്. 4ൻ്റെ ഗുണിതമാണ് 12 എങ്കിൽ ആ വലിയ നമ്പർ തന്നെയാണ് എൽസിയം. ഇവിടെ 12 ആണ് എൽസിയം. ആണല്ലോ? ഇനി 4നെ 12 ആക്കാൻ 3 കൊണ്ട് ഗുണിക്കണം. അതേ 3 കൊണ്ട് 5നെയും ഗുണിക്കണം. 15 പ്ലസ് 12 അത് തന്നെയാണ് മേളിൽ 5. അപ്പോൾ ഇൻറ്റു ഇവിടെ ഡേയ്സ് ഈക്വൽ ടു 25 ആണല്ലോ. ഇനി 15 + 5 എന്ന് പറയുന്നത് എത്രയാ? 20. നോക്കൂ, 20/12 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് ഈക്വൽ ടു 25. അപ്പോൾ
നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 12/20. ഈ 25ഉം 20ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 5, ഇവിടെ 4, ഈ 4ഉം 12ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 3, 15 ഡേയ്സ് എന്ന് കിട്ടും. ക്ലിയർ ആയോ? 15 ഡേയ്സ് എന്ന് കിട്ടും. അതായത് ഒന്നുമില്ല, ആദ്യം നമ്മൾ എന്താ ചെയ്തത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ തന്നിരിക്കുന്ന ആളുകളെ, അതായത് രണ്ടാമത് തന്നിരുന്ന പുരുഷന്മാരെ ആദ്യം എഴുതുക, 10 ആദ്യം തന്ന പുരുഷന്മാർ, പ്ലസ് രണ്ടാമത് തന്ന സ്ത്രീകൾ മുകളിൽ എഴുതുക, ഡിവൈഡഡ് ബൈ ആദ്യം തന്ന സ്ത്രീകൾ. ഓക്കെ ആണോ? ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് ഈക്വൽ ടു ഗിവൺ ഡേയ്സ് 25. ഇനി ഇതിനെ നമ്മൾ വെട്ടി ചെറുതാക്കുമ്പോൾ ഇവിടെ 5, ഇവിടെ 4 വരും. അപ്പോൾ 4ൻ്റെയും 12ൻ്റെയും കൂടെ LCM 12 ആണ്. 12ൽ ഇവിടെ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 ആവുന്നത്. അതുപോലെ 5നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 15, പ്ലസ് 12നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, അതുകൊണ്ട് മുകളിലും 1 കൊണ്ട്. അപ്പോൾ 5 ഇൻറ്റു ഡേയ്സ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇതപ്പുറത്തോട്ട് പോകും അല്ലേ? 15 + 5 എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ 25 ഇൻറ്റു 12/20 എന്ന് വരും. 12/20, ഇവിടെ 5, ഇവിടെ 4. ഇനി 4ഉം 12ഉം കൂടെ കിട്ടുമ്പോൾ 3, 5 ഇൻറ്റു 3 15 ഡേയ്സ് എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ടിന് പറയുന്ന പേര് ആൻഡ് ബൈ ഓർ ടൈപ്പ് എന്നാണ്. ആൻഡ് ബൈ ഓർ, അതായത് ഈ ഓർ ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ എന്നും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ആൻഡിൻ്റെ പോലത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആൻഡിൽ വരുന്നവരെ ആദ്യം എഴുതണം. അതുകൊണ്ടാണ് ആൻഡ് ന്യൂമറേറ്ററിൽ ഇട്ടത്. അതാണ് 10/8. പുരുഷന്മാരെയൊക്കെ ഒരുമിച്ച്, രണ്ടാമത് വന്ന പുരുഷൻ ഡിവൈഡഡ് ബൈ ആദ്യത്തെ പുരുഷൻ, പ്ലസ് രണ്ടാമത് വന്ന സ്ത്രീ ഡിവൈഡഡ് ബൈ ആദ്യത്തെ സ്ത്രീ, ഇൻറ്റു ഡേയ്സ് ഈക്വൽ ടു 25. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നമുക്ക് ഈ ഈസി ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, 3 പുരുഷന്മാരോ അല്ലെങ്കിൽ 4 സ്ത്രീകളോ ഒരു ജോലി 43 ദിവസം കൊണ്ട് ചെയ്യുന്നു. 7 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? 3 men or 4 women can complete a work in 43 days. Then 7 men and 5 women can complete the work in how many days? ഷോർട്ട് കട്ടിലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ആദ്യം ഈ സെക്കൻഡ് കണ്ടീഷനിൽ കിടക്കുന്ന പുരുഷൻ 7 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കണ്ടീഷനിൽ കിടക്കുന്ന പുരുഷൻ 3 ആണല്ലോ, പ്ലസ് സെക്കൻഡ് കണ്ടീഷനിൽ കിടക്കുന്ന സ്ത്രീ 5 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കണ്ടീഷനിൽ 4 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് ഈക്വൽ ടു ഗിവൺ ഡേയ്സ് ആണല്ലോ. ഗിവൺ ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 43 ആണല്ലോ. ഇനി ഇവിടെ 3ൻ്റെയും 4ൻ്റെയും കൂടെ LCM 12 ആണ്. 12ൽ 3നെ 12 ആവാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 കൊണ്ട് 7നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 28, പ്ലസ് 4നെ 12 ആവാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 3 കൊണ്ട് 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 15 ഇൻറ്റു ഡേയ്സ് ഇസ് ഈക്വൽ ടു 43. ഇനി നോക്കൂ, 28 + 15 എന്ന് പറഞ്ഞാൽ 43 ആണ്. 43/12 ഡേയ്സ് ഇസ് ഈക്വൽ ടു 43. അപ്പോൾ ഇവിടെയും 43 ഉണ്ട്, ഇവിടെയും 43 ഉണ്ട്, വെട്ടിപ്പോകും. ദെയർഫോർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ 12 ഇപ്പുറത്തോട്ട് വരും, 12 ഡേയ്സ്. കണ്ടോ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഡേയ്സ്. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? പക്ഷേ നിങ്ങൾ ആദ്യത്തെ മെത്തേഡ് മറന്നു പോകരുത്. എമ്മിൻ്റെ ഡബ്ല്യുവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അതുപയോഗിച്ച് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ച് സെക്കൻഡ് കേസിൽ എഫിഷ്യൻസി കണ്ടുപിടിച്ച് ചെയ്യുന്നത്. കാര്യം നിങ്ങളത് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ആൻഡിൽ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കൂ, 2 പുരുഷന്മാർക്കോ 3 സ്ത്രീകൾക്കോ 6 ആൺകുട്ടികൾക്കോ, ഇത് 3 ആളുകൾ വരുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ സാധാരണ കണ്ടിട്ടില്ല. PSCയിലൊക്കെ സാധാരണ 2 ഗ്രൂപ്പ് ഓഫ് ആളുകളെ വെച്ചിട്ടാണ് തരാറുള്ളത്. 3 വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും. നോക്കൂ, ഇവിടെ നമുക്ക് ആൻഡ് ബൈ ഓർ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ആൻഡ് ബൈ ഓർ അല്ലേ? ആൻഡിൻ്റെ കണ്ടീഷൻ ആദ്യം എഴുതണം. നോക്കൂ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 3 പുരുഷന്മാർ ആദ്യം, 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6 സ്ത്രീകൾ, 6 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 8 കുട്ടികൾ, 8/6. നോക്കൂ, രണ്ടാമത്തെ കണ്ടീഷനിലുള്ളവരെയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദ ഹോൾ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡേയ്സ് ഇസ് ഈക്വൽ ടു ഗിവൺ ഡേയ്സ്. ഗിവൺ ഡേയ്സ് എത്രയാണ്? 29. ഇനി ഇവിടെ വേണമെങ്കിൽ 6/3 വെട്ടി നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ
3/2 പ്ലസ് 2 പ്ലസ് ഈ 8/6 ചെറുതാക്കാം 4ഉം ഇവിടെ 3യും വരും 4/3 ഇൻറ്റു കണ്ടുപിടിക്കേണ്ട ഡേയ്സ് ഇസ് ഈക്വൽ ടു 29. ഇനി ഇവിടെ നമുക്കറിയാം 2ൻ്റെ താഴെ ഡിനോമിനേറ്റർ 1 ഉണ്ടാവും, അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ 6 ആണെങ്കിൽ മേളിൽ എങ്ങനെ വരും? ഇവിടെ 6 ആവണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ 3 കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്ലസ് ഇവിടെ 6 ആവാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 6 കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12. ഇവിടെ 6 ആവാൻ 6 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു ഡേയ്സ് ഈസ് ഈക്വൽ ടു 29. ഇനി ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 9 പ്ലസ് 12 പ്ലസ് 8 ചെയ്യുമ്പോൾ നമുക്ക് 29 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 29 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ഡേയ്സിന് ഞാൻ ഡി എന്ന് കൊടുക്കുന്നു ഈക്വൽ ടു അപ്പുറത്തും 29 വെട്ടിപ്പോകുന്നു. നമ്മുടെ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇതാണ് ആൻഡ് ബൈ ഓർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. ആൻഡ് ബൈ ഓർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ആൻഡ് ടൈപ്പിലോട്ടാണ്. ഓക്കെ, ആൻഡ് ടൈപ്പ്. ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല, നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് തന്നെ ഓർത്ത് വെച്ചേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഓർ ടൈപ്പിൽ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. നോക്കൂ, ആദ്യത്തെ പ്രോബ്ലം നോക്കൂ. 3 പുരുഷന്മാർക്കും 4 സ്ത്രീകൾക്കും ഒരു ജോലി ചെയ്യാൻ 7 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 2 പുരുഷന്മാർക്കും 1 സ്ത്രീക്കും അതേ ജോലി ചെയ്തു തീർക്കാൻ 14 ദിവസം വേണം. എങ്കിൽ 1 പുരുഷനും 5 സ്ത്രീകൾക്കും കൂടി അതേ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? അപ്പോൾ ഇവിടെ ആൻഡ് ടൈപ്പിൽ ശരിക്കും ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 കണ്ടീഷനിലെ ഡേയ്സ് അവർ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനിലെ ഡേയ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ആദ്യത്തെ കണ്ടീഷനിലെ ഡേയ്സ് ഇവിടെ എഴുതുകയാണ്. 3 പുരുഷന്മാർ, അതായത് 3M പ്ലസ് 4 സ്ത്രീകൾ 4W ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 7 ദിവസം. അപ്പോൾ ഇതാണ് ആദ്യത്തെ കണ്ടീഷനിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി ഇതേ വർക്ക് തന്നെയല്ലേ രണ്ടാമത്തെ കണ്ടീഷനിലും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്തൂടെ? ഈക്വൽ ടു 2 പുരുഷന്മാർ 2M പ്ലസ് 1 സ്ത്രീ 1W ഇൻറ്റു 14 ദിവസം. അതായത് ഇവർ ചെയ്യുന്ന ജോലി സെയിം ആണ്, അതുകൊണ്ട് ഈ 2 സൈഡും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നേരത്തെ ഓർ ടൈപ്പിൽ ഒരേ ദിവസമായിരുന്നു, അതുകൊണ്ട് ദിവസം അങ്ങ് വെട്ടിപ്പോയി അല്ലേ. ഇവിടെ വ്യത്യസ്ത ദിവസങ്ങളാണ്, ഒരിടത്ത് 7ഉം ഒരിടത്ത് 14ഉമാണ്. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്ത് എമ്മും ഡബ്ല്യുവും കണ്ടുപിടിക്കാം. ഈ 14ഉം 7ഉം വെട്ടുമ്പോൾ 7 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 ഇവിടെ 1 വരും. ഇനി ഇതിനെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇവിടെ 1 കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3M പ്ലസ് 4W അല്ലേ ഈക്വൽ ടു ഇവിടെ 2 കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4M പ്ലസ് 2W ആണല്ലോ. ഇനി നോക്കൂ, ഈ 4Mൽ നിന്ന് 3M പോകുമ്പോൾ M ഈക്വൽ ടു 4W 2W പോകുമ്പോൾ 2W. അപ്പോൾ M ഇസ് ഈക്വൽ ടു 2W എന്ന് വന്നു. M ബൈ W ഇസ് ഈക്വൽ ടു എത്ര വരും? 2/1. അതായത് എമ്മിൻ്റെ വാല്യൂ 2, ഡബ്ല്യുവിൻ്റെ വാല്യൂ 1. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു, എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ വാല്യൂവിനെ ഇത് ഒന്നുകിൽ ഈ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ 1 ആണ്. ഞാനിവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കൂ, 3M പ്ലസ് 4W ഇൻറ്റു 7 ഇതിൽ അപ്ലൈ ചെയ്യുവാണ്. അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 അല്ലേ പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6, 4 ഇൻറ്റു 1 4 ഇൻറ്റു 7, അതായത് 70 എന്ന് വരും നമ്മുടെ വർക്ക് ഡൺ. വർക്ക് ഡണ്ണ് 70 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണും കിട്ടി, എമ്മും ഡബ്ല്യുവും കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടീഷനിൽ അപ്ലൈ ചെയ്തൂടെ? 1 പുരുഷനും 5 സ്ത്രീക്കും. അപ്പോൾ 1 പുരുഷനും 5 സ്ത്രീക്കും കൂടിയുള്ള എഫിഷ്യൻസി എത്രയാണ്? 1 പുരുഷൻ എന്ന് പറയുമ്പോൾ 1M പ്ലസ് 5 സ്ത്രീ എന്ന് പറയുമ്പോൾ 5W, അതായത് 1 ഇൻറ്റു എം എത്രയാണ്? 2 ആണ് പ്ലസ് ഇനി 5 ഇൻറ്റു ഡബ്ല്യു എത്രയാണ്? 1 ആണ് ആണല്ലോ. ഇനി നോക്കൂ, 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 ആണ്, അതായത് 7 ആണ് എഫിഷ്യൻസി ആണല്ലോ. അപ്പോൾ 7 എഫിഷ്യൻസി, വർക്ക് ഡൺ 70. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിച്ചൂടെ? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ ബൈ
എഫിഷ്യൻസി ആണല്ലോ. ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് ഡൺ 70 ആണ്. എഫിഷ്യൻസി 7 ആണ്. അപ്പോൾ 10 ഡേയ്സ് എന്ന് കിട്ടും. കണ്ടോ? നമ്മളിത് 3 സ്റ്റെപ്പായിട്ട് ഓർത്താൽ മതി. ആദ്യം എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് അത് ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. അത്രയത് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് വരുന്നു. നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട സെൻറ്റൻസിലേക്ക് വരുന്നു. അവിടുത്തെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു. എമ്മും ഡബ്ല്യു ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുത്തെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഇനി വർക്ക് ഡൺ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ ചെയ്ത അതേ വർക്ക് ഡൺ തന്നെയാണ് ഇവിടെയും. സോ ആ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ക്ലിയർ ആണോ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാവോ? നോക്കൂ, 2 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി ഒരു ജോലി ചെയ്യാൻ 28 ദിവസം. അപ്പം തന്നെ നമുക്ക് എഴുതാം 2 പുരുഷന്മാർ 2M പ്ലസ് 7 സ്ത്രീകളല്ലേ 7W 28 ദിവസം. അപ്പോൾ ആ കേസിലെ വർക്ക് ഡൺ ആയി. അത് എന്തിന് ഈക്വലാണ്? രണ്ടാമത്തെ കേസിലെ വർക്ക് ഡൺ എന്താണ്? 6 പുരുഷന്മാരും 16 സ്ത്രീകളും എത്ര ദിവസം? 11 ദിവസം. അപ്പോൾ 2 കേസിലെ വർക്ക് ഡൺ ഈക്വലാണ്, ഇക്വേറ്റ് ചെയ്തു. ഇനി ഇവിടെ വെട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് മാറ്റാൻ 28നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 28 ഇൻറ്റു 2 എത്രയാ? 56. 56M പ്ലസ് 28 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 196 ആണ് കേട്ടോ. 28 ഇൻറ്റു 7 196 W ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 6M 66M പ്ലസ് 16 ഇൻറ്റു 11 176 W. അതായത് നമ്മൾ ഒന്നുമില്ല, ബ്രാക്കറ്റ് മാറ്റി, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സോൾവ് ചെയ്യാണ്. 66M നിന്ന് 56M പോകുമ്പോൾ 10M അല്ലേ? ഈക്വൽ ടു 196M നിന്ന് 176M പോകുമ്പോൾ 20W. അപ്പോൾ അങ്ങനെയാണെങ്കിൽ M/W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പൂജ്യവും കട്ട് ചെയ്യാമല്ലോ. M/W എന്ന് പറഞ്ഞാൽ 2/1. അതായത് എമ്മിൻ്റെ വാല്യൂ 2, ഡബ്ല്യുവിൻ്റെ വാല്യൂ 1. നമ്മൾ എമ്മും ഡബ്ല്യുവും കണ്ടുപിടിച്ചു. ഇനി ഇതിനെ നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്യുന്നു? ഒന്നുകിൽ ഇവിടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. എവിടെ വേണേലും അപ്ലൈ ചെയ്യാം. ഞാൻ ഈ 2M അപ്ലൈ ചെയ്യാണ്. നോക്കൂ, എമ്മിൻ്റെ വാല്യൂ 2, ഡബ്ല്യുവിൻ്റെ വാല്യൂ 1. അപ്പോൾ നോക്കൂ, 2M പ്ലസ് 7W ഇൻറ്റു 28 ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് ഡൺ കിട്ടും അല്ലേ? 2 ഇൻറ്റു 2 എമ്മിന് പകരം 2, ഓക്കെ, പ്ലസ് 7 ഇൻറ്റു 1 ഇനി ദ ഹോൾ ഇൻറ്റു 28. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 7 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. ദ ഹോൾ ഇൻറ്റു 28 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 28. 11 ഇൻറ്റു 28 ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നറിയോ? 308 എന്ന് കിട്ടും. 308. അപ്പോൾ നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 308 ആണ്. ടോട്ടൽ വർക്ക് ഡൺ കിട്ടി. ഇനി നമ്മൾ ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടീഷനിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ ഏതാണ്? 7 പുരുഷന്മാർക്ക്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സ്ത്രീകളില്ല. മൂന്നാമത്തെ സെൻറ്റൻസിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. നമുക്ക് അതായാലും യാതൊരു പ്രശ്നവുമില്ല. 7 പുരുഷന്മാർക്ക്, അതായത് അവിടെ എഫിഷ്യൻസി എത്ര വരും? 7 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകളുടെ ടേം ഇല്ല. അപ്പോൾ അത് എഴുതണ്ട. അപ്പോൾ 7 ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 2 അല്ലേ? 14. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സിനെ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ആണല്ലോ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 308 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഇപ്പോൾ കിട്ടി 14. അപ്പോൾ 22 ഡേയ്സ് എന്ന് വരും. 2 പ്രാവശ്യം 14 28, ശിഷ്ടം 2 വരും, പിന്നെ 28 2. കണ്ടോ? 22 ഡേയ്സ് എന്ന് വരും. മനസ്സിലായോ? ഇത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹോളിൽ വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓർ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻഡ് ബൈ ഓർ എന്ന് പറയുന്ന ആ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അറിയാമല്ലോ, ആദ്യം ആൻഡിൻ്റെ ഇതിൽ വരുന്ന ആളുകൾ ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ഓറിൻ്റെ ഇതിൽ വരുന്ന ഇൻറ്റു കണ്ടുപിടിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഈക്വൽ ടു തന്നിരിക്കുന്ന ദിവസം. എന്നിട്ട് അവിടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ഇതാണെങ്കിൽ നിങ്ങൾ 1 2 3 എന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് നിങ്ങൾ എമ്മും ഡബ്ല്യുവും സോൾവ് ചെയ്യുന്നു. രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എമ്മും ഡബ്ല്യുവും സോൾവ് ചെയ്തു. അത് ഉപയോഗിച്ച് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെൻറ്റൻസിലേക്ക് എത്തുന്നു. അവിടുത്തെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ,
3 സ്ത്രീകൾക്കും 6 പുരുഷന്മാർക്കും കൂടി ഒരു എംബ്രോയ്ഡറി ജോലി 5 ദിവസം കൊണ്ട് തീർക്കാനാകും. അപ്പോൾ നമ്മൾ എഴുതി 3 സ്ത്രീകൾ അല്ലേ, 6 പുരുഷന്മാർ, എത്ര ദിവസം? 5 ദിവസം. അപ്പോൾ അവരുടെ ടോട്ടൽ വർക്ക് അത്രയാണ്. അതുപോലെ 4 സ്ത്രീകൾക്കും 7 പുരുഷന്മാർക്കും കൂടി 4 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കാനാകും. അപ്പം നോക്കൂ, ഇതേ ജോലിയാണ്. സോ ഈക്വൽ ടു 4 സ്ത്രീകൾ 4W പ്ലസ് 7 പുരുഷന്മാർ 7 men എത്രയാണ്? 4 ദിവസം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എമ്മും ഡബ്ല്യു സോൾവ് ചെയ്യുക. 15W പ്ലസ് 30M ഈക്വൽ ടു ഈ 4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16W പ്ലസ് 28M ആണല്ലോ. ഇനി 16W നിന്ന് 1W പോകും, 15W പോകുമ്പോൾ 1W ഈക്വൽ ടു 30M നിന്ന് 28M പോകുമ്പോൾ 2M. ഇനി M/W എത്ര കിട്ടും? M/W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും അല്ലേ. ഈ W ഇങ്ങോട്ട് പോകുമ്പോൾ ഈ 2 ഇങ്ങോട്ട് വരും അല്ലേ. M/W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. അതായത് എമ്മിൻ്റെ വാല്യൂ 1 ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ 2 ആണ്. ക്ലിയർ ആണല്ലോ. എമ്മിൻ്റെ വാല്യൂ 1 ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ 2 ആണ്. ഇനി ഇത് ഈ ഇക്വേഷനിൽ ഏതെങ്കിലും നമ്മൾ എപ്പോഴും ഈ സൈഡല്ലേ അപ്ലൈ ചെയ്യുന്നത്, ഇപ്രാവശ്യം നമുക്ക് ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു W എത്രയാ? 2 പ്ലസ്, അപ്പോൾ ഇതിനൊരു ഗ്രൂപ്പാക്കി 7 ഇൻറ്റു M എത്രയാണ്? 1 ആണ്. ഇനി ഇത് ഫുള്ള് ഇൻറ്റു 4. അപ്പം 4 ഇൻറ്റു 2 8 പ്ലസ് 7 ഇൻറ്റു 1 7, ഇത് മൊത്തം ഇൻറ്റു 4. അപ്പോൾ 8 പ്ലസ് 7 15, 15 ഇൻറ്റു 4 എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? 60 ആണ്. ടോട്ടൽ വർക്ക് ഡൺ 60 ആണ്. എമ്മിൻ്റെ വാല്യൂ 1 ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ 2 ആണ്. ഇനി അത് വെച്ച് ലാസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നോക്കാമല്ലോ. നോക്കൂ, എമ്മിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ, ഡബ്ല്യുവിൻ്റെ വാല്യൂ 2 ആണ്. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് ഡണ്ണും കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് എക്സാമിന് വന്നതാണ് കേട്ടോ, PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ത്രീ മാത്രം ജോലി ചെയ്താലും ഒരു പുരുഷൻ മാത്രം ജോലി ചെയ്താലും ജോലി തീർക്കാൻ യഥാക്രമം എത്ര ദിവസം എടുക്കും? അപ്പോൾ ഒരു സ്ത്രീ മാത്രമാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. കാര്യം ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി 2 ആണ്. അപ്പോൾ എഫിഷ്യൻസി 2 ആണ്, ടോട്ടൽ വർക്ക് ഡൺ 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 60/2, അതായത് 30. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ഈ എംബ്രോയ്ഡറി വർക്ക് തീർക്കാൻ 30 ദിവസം എടുക്കും. ഇനി ഒരു പുരുഷൻ മാത്രമാണെങ്കിലോ, പുരുഷൻ്റെ എഫിഷ്യൻസി 1 ആണ്. കാര്യം മെന്നിൻ്റെ 1 ആണ്. സോ അവിടെ ഡേയ്സ് എത്ര വരും? 60/1, 60 ദിവസം എടുക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ഓപ്ഷനിൽ 30ഉം 60ഉം ഉണ്ട്, 60ഉം 30ഉം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ. യഥാക്രമം കണ്ടോ, അതായത് ഇവിടെ തന്നിരിക്കുന്നത് ആദ്യ സ്ത്രീയാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സ്ത്രീ മാത്രം. അപ്പോൾ സ്ത്രീയുടേത് ആദ്യം വരണം, 30 ആദ്യം വരണം, 60 രണ്ടാമത് വരണം. എ ഓപ്ഷനാണ്. കാര്യം ഈ ഓർഡറിൽ യഥാക്രമം എന്ന് പറഞ്ഞാൽ ഈ ചോദിച്ചിരിക്കുന്ന അതേ ഓർഡറിൽ എഴുതണം. സ്ത്രീക്ക് 30, പുരുഷൻ 60. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാലും അറിയാൻ പറ്റും. നോക്കൂ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഇഫ് വൺ വുമൺ ഓർ വൺ മാൻ കംപ്ലീറ്റ് ദ ജോബ്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് വുമൺ ആണ്. ഓക്കെ, ഒരു വുമൺ ആണ്. അപ്പോൾ വുമൻ്റെത് ആദ്യം വരണം, 30 ആദ്യം വരണം, 60 ആദ്യം എഴുതരുത്. ഈ ഓപ്ഷൻ തെറ്റാണ്. കണ്ടോ, സെയിം ഫിഗേഴ്സ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഓർ ടൈപ്പിലും ആൻഡ് ടൈപ്പിലും നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് സെയിം തന്നെയാണ്. ആദ്യം തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് നമ്മൾ എമ്മും ഡബ്ല്യുവും സോൾവ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിലേതെങ്കിലും ഒരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്ത് വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനിലോട്ട് വന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കേണ്ട കണ്ടീഷനിൽ വന്ന് ഈ എമ്മും ഡബ്ല്യു ഉപയോഗിച്ച് എഫിഷ്യൻസി കണ്ടുപിടിച്ച ശേഷം ടോട്ടൽ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ഇതാണ് കൺവെൻഷണലായിട്ടുള്ള മെത്തേഡ്. ഇനി ഓർ ടൈപ്പിന് മാത്രം ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ആൻഡ് ബൈ ഓർ എന്നാണ് ആ ഷോർട്ട് കട്ടിനെ വിളിക്കുന്നത്. അതായത് നമുക്ക് ആ കണ്ടീഷനിൽ ഈ രണ്ടാമത് തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ ആദ്യം തന്നിരിക്കുന്നത്, ഇപ്പോൾ പുരുഷനാണെങ്കിൽ രണ്ടാമത് തന്നിരിക്കുന്ന പുരുഷൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ആദ്യം തന്നിരിക്കുന്നത് പ്ലസ് രണ്ടാമത് തന്നിരിക്കുന്ന സ്ത്രീയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ ആദ്യം തന്നിരിക്കുന്നത്, അതൊരു ഫ്രാക്ഷൻ വരും. അത് ദ ഹോൾ ഇൻറ്റു നമുക്ക് ആൻസർ കിട്ടേണ്ട ഡേയ്സ് ഈക്വൽ ടു ഗിവൺ ഡേയ്സ്.
ഇനി ഇതിൽ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് ഓർ ടൈപ്പിൽ. അത് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നതിൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. PSC സാധാരണ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടേതാണ് ചോദിക്കാറ്. ഇനി 3 വന്നു കഴിഞ്ഞാൽ 2 എത്ര ഗ്രൂപ്പ് വന്നാലും ഈ ആൻഡ് ബൈ ഓർ എന്ന് പറയുന്ന ട്രിക്ക് നമുക്ക് വർക്കൗട്ട് ആവും. അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടി പഠിച്ച് കൺഫ്യൂസ് ആവാതിരിക്കാനാണ് അതിവിടെ മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ അറിയിക്കുക. വളരെ നന്ദി. നമസ്കാരം.